ഓണാണോ? ഇന്നലെ ഞങ്ങള് ആൻഡപ്പന്റെ വികൃതികൾ എന്ന് പറഞ്ഞ പടം കണ്ടു. എന്താ എന്താ പറഞ്ഞത്? വികൃതികൾ. ഓക്കെ, ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു. വളരെ നല്ലൊരു സിനിമയാണ്. വളരെ ചെറിയ ചെലവിൽ ഒരു നല്ല സ്ക്രിപ്റ്റും നല്ലൊരു തീമും അതുപോലെ തന്നെ നല്ലൊരു കൊണയുള്ള നല്ലൊരു കൊണപ്പടം. അങ്ങനെ ഒരു പടം ഈ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ഇറങ്ങിയതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഉണ്ട്. ഏതാണ്? അല്ല, വേറെ രീതിയിലൊക്കെ നോക്കിയാൽ നല്ല കൊണയൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. കൊണയ്ക്കാൻ അറിയാവുന്ന ഒരു മലയാള സിനിമയിൽ വളരെ കുറവാണ്. അതെ, ശരിയാ. അത് അല്ല, മറ്റേ ഇതൊക്കെ ഉണ്ട്. എന്താ വ്യസന സമേതം, കുടുംബസമേതം എന്നൊക്കെ പറഞ്ഞോണ്ടൊരു ഷവടൊക്കെ. പിന്നെ കണ്ടല്ല, ഞാൻ കണ്ടത് നല്ല രസമാണ്. അതുപോലെ അല്ല ഇതെന്ന് പറയുന്നത്. അപ്പൊ തിയേറ്ററിൽ അധികം ആളൊന്നും ഇല്ല അന്ന്. കാരണം പലരും അറിഞ്ഞില്ല, കേട്ടില്ല, മനസ്സിലായില്ല എന്നൊക്കെ ഉള്ള തോന്നലാണ് എനിക്ക് ഉണ്ടായത്. പക്ഷെ ഒരുപാട് ചിരിക്കാനുണ്ട്. ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുമായിരുന്നു. ചുമ്മാ മോസപ്പൻ നല്ല ആക്ടർ കേട്ടോ. അതെ, മോസപ്പനൊക്കെ നല്ല ആക്ടറാ. കിഡിൽ ആക്ടറാണ്. മലയാള സിനിമക്ക് ഒരു വാഗ്ദാനമാണ് മോസപ്പൻ. ശരിക്കും ആസ് ആൻ ആക്ടർ കൊള്ളാം. നല്ല രസം ഉണ്ടായിരുന്നു. വിപിൻ ആറ്റ്ലിയുടെ അടിപൊളി പരിപാടി തന്നെയാണ് നടത്തിയേക്കുന്നത്. നല്ല രസമായിട്ടോ സ്ക്രിപ്റ്റ് ചിരിച്ചിട്ടല്ലോ. കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേണ്ട പബ്ലിസിറ്റി കിട്ടിയിട്ടില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അതും ഒരു പ്രശ്നമാണ്. അല്ലല്ല, വേറെ കാര്യമുണ്ട്. അതൊരു സാധനമാണ്. അതിന്റെ ഈ മൊത്തത്തിലുള്ള കഥ അറിഞ്ഞാലാണ് അതിന്റെ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് മനസ്സിലാവുള്ളൂ. അതൊക്കെ മനസ്സിലാവില്ല മൊത്തം. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ കയ്യടിയായിരുന്നു. ഏത് പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം. അതൊക്കെ എന്ത് സീനാ. പൊറോട്ട ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് സാധനം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഈ ഓരോ 2 മിനിറ്റ് ഇടവെച്ച് ഓരോന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. ഓരോ കുരുവിതൊക്കെ ഞെക്കി പൊട്ടിച്ചോണ്ടിരിക്കും. എല്ലാ കുരും പൊട്ടിയിട്ടുണ്ട്. എല്ലാം ഇല്ല, എന്നാലും ഒരു 70% പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല പാട്ടൊരെണ്ണം അടിപൊളിയാ. ഏത് റാപ്പ് സോങ് പോലെ ഒരെണ്ണം ചെയ്തേക്കുന്നത് അതും ആറ്റ്ലി തന്നെയാ. ആറ്റ്ലിയുടെ പരിപാടിയാണ് അത് മൊത്തം. അപ്പൊ അതിപ്പോ തിയേറ്ററിൽ നിന്ന് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടാകത്തുള്ളൂ. കാരണം ആളൊക്കെ കുറവാണ്. കാരണം ഇത് അത്രയ്ക്ക് കൊണ്ട് കിട്ടിയില്ല ആളുകൾക്ക്. തിങ്കളാഴ്ച OTT ഇറങ്ങുന്നുണ്ടോ? OTT ഓടും, വല്ലാണ്ട് ഓടും. OTT പടം കടന്ന് ഓടും. കൊറേ ട്രോളൊക്കെ വരും. അതിനുള്ളതുണ്ട്. ഇത് വെച്ചിട്ട് കുറെ സാധനം വരും. അപ്പൊ പറ്റിയാ നിങ്ങൾ തിയേറ്ററിൽ കാണുക. മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇനി 2 ദിവസം കൂടെ തിയേറ്ററിൽ കാണത്തുള്ളൂ. 2-3 ദിവസം കാണും മാക്സിമം. അതിനുള്ളിൽ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ബാക്കിയുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ, ഇവിടെ ഇറങ്ങുന്ന പല സിനിമകളെ വെച്ച് നോക്കുമ്പോ ഇത് വളരെ ചെറിയ എക്സ്പെൻസിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഗംഭീര സിനിമ. അതെ, അങ്ങനെയൊക്കെ ചെയ്യണം. ആദ്യം ആറ്റ്ലിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, കുറച്ചുകൂടെ നല്ലൊരു പ്രൊഡക്ഷൻ വേണം. കുറച്ചുകൂടെ ഫണ്ട് ഇറങ്ങി ചെയ്താലേ അത് പരിപാടി ഗംഭീരമാകത്തുള്ളൂ. അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മറ്റേ മതവും ജാതിയും ഭക്തിയും ഒക്കെ കൂടെ അങ്ങോട്ട് കലങ്ങുമ്പോൾ ഉണ്ടല്ലോ ഉള്ളൊരു കുഴപ്പം കൂടെ ഉണ്ട്. അതാണ് വേറൊരു പ്രശ്നം. എല്ലാരെയും പിടിച്ചിരുത്തി എന്നുള്ളതാ. എല്ലാ സാധനത്തിനും അതിനകത്ത് കാണാൻ പറ്റും നല്ല രീതിയിൽ. അടിപൊളി സാധനമാണ്, നല്ല രസമുണ്ടാകും. നമുക്ക് എന്റർടൈനിങ്ങും ആണ്, അതേപോലെ തന്നെ അത്യാവശ്യം മനസ്സിലാക്കാനുണ്ട് അല്ലേ. പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടമൊക്കെ നല്ല രസമായിട്ടുണ്ട്. എന്റർടൈനിങ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുള്ള് ചിരിയായിരുന്നു പടം. അതെ, ചിരിച്ച് മടുക്കും അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതിന് വേറെ പ്രശ്നമുള്ള പ്ലെയിൻ ആയിട്ടൊരു ഡയറക്റ്റ് ഹിറ്റ് അല്ല കോമഡി. അതൊരു വിറ്റാണ്. അതായത് അത് മനസ്സിലാവണമെങ്കിൽ അതിന് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ചിലർക്ക് പിടികിട്ടു. ചിലർക്ക് പിടികിട്ടിയേ ഇല്ലെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ചില സമയത്ത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും കണ്ടോണ്ടേ ഇരിക്കാം. നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റേ ഇതിനകത്ത് അമീർ ഖാൻ പണ്ട് PK എന്നൊക്കെ പറഞ്ഞിറങ്ങിയ പോലത്തെ വേറെ സാധനം ഇത് കാറ്റഗറി പെടുത്താം. അങ്ങനെയൊക്കെ വരും. അങ്ങനെയല്ല എങ്കിൽ പോലും അതേപോലെ വേറൊരു വിമർശനമുണ്ട്. ഇതുപോലത്തെ കുറെ പടങ്ങൾ. ഈ ആർട്ടിയുടെ സ്ക്രിപ്റ്റും കഥയൊക്കെ അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഡക്ഷൻ ഭയങ്കര ലോ കോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അതിന്റെ ആ ഒരു പോരായ്മയിൽ പുള്ളി മാക്സിമം ചെയ്യും. അതിനകത്ത് പരമാവധി ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാം പുതുമുഖങ്ങളും അങ്ങനെ വലിയ കാസ്റ്റിംഗും ഓടാ ഒന്നും ഇല്ലല്ലേ. എല്ലാം പുള്ളി തന്നെ ചെയ്യുന്നത്. മ്യൂസിക്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഡയലോഗ്,
ഡാൻസ് എല്ലാം ബാലേന്ദ്രന്റെ വെല്ലിപ്പൻ. അതെ, കംപ്ലീറ്റ് കേസ്. അയ്യോ ശരിയാ, ഇന്റെ അടുത്തൊക്കെ എത്തത്തൊന്നുമില്ല. ഇത്രയും പറ്റില്ല. ഇത് ഭയങ്കര പാടാ പിടിക്കാൻ. അഭിനയിക്കും, പാടും, എന്ത് വേണേ ചെയ്തോളൂ. ഓ സറ്റയർ. ആ ഇതെന്ന് പറയാ ഇങ്ങനെ അടുത്ത വേറൊരു പടം വരുന്നുണ്ട്, മതികെട്ടാൻ മലയുടെ ഏതാണ്ടെന്നും പറഞ്ഞുകൊണ്ട് താഴ്വരയിൽ നിന്നോ അതിന്റെ ഒരു പടം വരുന്നുണ്ട്. അതും കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം വരുന്നേ. രസമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു, ഏതാന്ന് ഇടയ്ക്കൊരു സൈക്കാട്രിക് കോമഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതും ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഓർമ്മകൾ മായ മുമ്പേ എന്നൊരു പടം ചെയ്യായിരുന്നു വെച്ചാൽ അതും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. നിർത്തിയിട്ടില്ല, ഉള്ളി ഇങ്ങനെയാ, ഒരു കണ്ടിന്യൂസ് അല്ല ചെയ്യുന്നത്. അതാ വേറൊരു പ്രശ്നം. ആ പടം ഇറങ്ങിയിരുന്നാലും കിടിലായേനെ. ഇപ്പൊ ഈ വരുന്നത് എല്ലാം വെറൈറ്റിയാ, ഇങ്ങനെ തീമുകൾ എടുക്കുന്നില്ല. സൈക്കാട്രി ഭയങ്കര രസമായിട്ടാ പറഞ്ഞത് ആ കഥ. ഞാൻ അന്ന് കേട്ടത്, അന്ന് സെറ്റിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്കൊക്കെ റോൾ ഉണ്ടാകും അതിനകത്ത്. പക്ഷേ പടം ഇങ്ങനെ നിർത്തി വെച്ചേക്കുക. അവിടെയാണ് ഇത് പ്രശ്നം ഇരിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാരുടെ പടങ്ങൾ വരുമ്പോഴേ അതിന് രസമുള്ളൂ. ഇത് ചുമ്മാതെ എല്ലാ സ്ഥിരം പരിപാടി, ഇതിനകത്ത് പ്രേമോ ഇല്ല, ലവ് സോങ് ഇല്ല, മറ്റേ കൊണച്ച ഡാൻസ് കാണണ്ട. പടം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കാര്യങ്ങൾ മാത്രം പറയും. അത് നല്ല കോമഡി ആയിട്ട് പറയും അല്ലേ? അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുറേ സാധനങ്ങൾ അങ്ങനെ വേണം. ഇത് ചുമ്മാതെ ഇവിടുത്തെ ലോക്കൽ ആ ഒരു രീതിയിലുള്ള സിനിമ അല്ല ആറ്റിൽ എടുക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം കൂടെ പുള്ളിക്കുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ആവോ എല്ലാവർക്കും ചോദിച്ചാൽ ചിലപ്പോ ആവത്തില്ല. അതാ കുഴപ്പം. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സൈക്കാട്രിക് കോമഡി ഇല്ലേ ആ സാധനം, അതിനകത്ത് ഈ പ്രാന്തില്ലേ, നേരെ പറയണല്ലെങ്കിൽ ആ പ്രാന്ത് ശരിക്കും പിടികിട്ടത്തില്ല ആർക്കും. ഇത് എന്താ ഈ നടക്കുന്നത്? ഇവിടെ നടന്നതും അത് തന്നെയാ. മനസ്സിലായോ? ഇയാള് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഓരോ സമയത്ത് പൊട്ടിക്കുന്ന സാധനമൊക്കെ എല്ലാവർക്കും കത്തത്തൊന്നുമില്ല. നമുക്ക് മാത്രമല്ല നല്ല ഡയറക്ഷൻ ഒക്കെ ആണെന്നേ. കുറെ സാധനം ഉണ്ട് അതിനകത്ത്. ഞാൻ അത് ഇടയ്ക്കൊക്കെ ഓരോന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചതാ, മറന്നുപോയി. പക്ഷെ ബഡ്ജറ്റിൽ ഇത്രയും പരിപാടി, ചെറിയ ബഡ്ജറ്റിൽ അതുമല്ല വലിയ ഒരു വലിയ മറ്റിടത്തെ നടന്റെ ഫേസ് ഒന്നും ഇല്ലാതെ ഈ സാധനം ചെയ്തു. പല പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ഇതിന്റെ ബഡ്ജറ്റ് മനസ്സിലാവും. ഇത് ഭയങ്കര ലോ കോസ്റ്റ്ലി. ഇത് കുറച്ചുകൂടി നിലവാരമുള്ള ലിജോസ് പെല്ലിശ്ശേരിയുടെ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ജോജു ഇല്ല, മറ്റേ ജോജുവിനെ നമുക്ക് മോസപ്പൻ ജോജുവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാധനം. ആക്ച്വലി ഈ പറയുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും മികച്ച സംവിധായകരിലെ ഒരാളാകുന്ന ആളാ. അത്രേ നമുക്ക് മനസ്സിലായി. അത് കറക്റ്റാ, അത്രേ ഉള്ളൂ. അങ്ങനെ അത് കാണണ്ടേ. അത് ഇയാള് എന്താണോ എന്തോ ആണോ? ഓരോരുത്തരും ഓരോ രീതികളാണ്. കംഫർട്ട് ചെറിയ സാധനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നല്ല. നമ്മളെന്തിനാ ഇത് അത്രയും അങ്ങോട്ട് പോയി നോക്കേണ്ട ആവശ്യമുണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഇത് ആ ഒരു രീതിയിൽ തീം അങ്ങനത്തെയാ. അത്ര ബഡ്ജറ്റ് ഇട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാൻ പറ്റും ഈ പാട്ടും മറ്റേതും മറസും ഒക്കെ വരുമ്പോഴേ. ഇത് ഇങ്ങനെ ചെറിയൊരു പരിപാടിക്കകത്ത് ഇത്രയൊക്കെ പണി കാണിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വല്ല ഇയാൾ ഇവിടെ അല്ല ജനിച്ചതെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ മോഹൻലാൽ ഇവിടെ തന്നെ എനിക്കുണ്ട ആളാ. പക്ഷേ അതിലേക്ക് കുറച്ചുകൂടെ കൊള്ളാവുന്ന രീതിയിൽ ഏതെങ്കിലും വേറെ രാജ്യത്തോട്ടൊക്കെ ഏതെങ്കിലും ബാക്ക് ചെയ്ത് വിടുവാണെങ്കിൽ അതൊരു കിടിലൻ സംഭവമായിരിക്കും അല്ലേ? അത് ഇവിടെ നിൽക്കുന്ന ഐറ്റവും അല്ല. ഇവിടെ അല്ല അയാളുടെ പരിപാടി. അതെ, ഇവിടെ അങ്ങനെ ഒരാളുള്ളതല്ലേ അല്ലേ? എന്ത് ഇങ്ങനെയൊക്കെ ആയാലും പറയൂ. അല്ല, ഇതൊക്കെ ഇവിടെ എല്ലാ തരം സാധനം ഉണ്ട്. അതുകൊണ്ട് ഈ കേരളം ഭയങ്കര അടിപൊളിയാന്ന് ഇവര് പറയണേ. ഇവിടെ ഇവിടുത്തെ ഭൂരിപക്ഷത്തിനെ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ എല്ലാ തരം സാധനങ്ങളും. ഇപ്പൊ മറ്റേ സാധനമില്ലേ, അതാ കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ സാധനമില്ലേ, ആ സാധനം പറയുമ്പോ അവർക്കറിയില്ല ഇവിടെ ആരൊക്കെ ഇവിടെ ഇരുന്ന് എന്തൊക്കെ പറയണ്ടെന്ന്. ഇവിടെ ഗവൺമെന്റിനൊന്നും നമ്മളും അംഗീകരിക്കല്ല. ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും പറയണ്ടല്ലോ നല്ലത്. ഏത് ലിറ്ററസി? സംവിധാനം തെറ്റാന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എല്ലാ തരം സാധനങ്ങളും സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ വേൾഡ് ക്ലാസ് പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുന്ന നിലവാരമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ബഡ്ജറ്റ് ഇല്ല. ഈ മറ്റേ ചിരിക്കല്ല പെണ്ണ വേറെ ഉണ്ട് കുറേ സാധനം ഉണ്ടായിരുന്നല്ലോ കുറച്ചാൾ മുമ്പ്. കുറച്ച് നല്ല രീതിയിൽ അതുപോലെ ഇനിയും
ഇതുപോലത്തെ പടങ്ങൾ വരട്ടെ. അതുപോരാത്തതിന് ആരെങ്കിലും കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോയി കണ്ടോ കേട്ടോ. ഒരു വീക്കെൻഡോ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്. എന്റർടൈൻമെന്റാ, നല്ല എന്റർടൈൻമെന്റ്. അതൊരു ഈ വിറ്റുള്ള എന്റർടൈൻമെന്റ് അല്ല, ചുമ്മാ തെന്നി വീഴുമ്പോ ചിരിക്കുന്ന കോമഡി ഒന്നും. ഞാൻ ഈ എല്ലാരും കാണണം. ഈ ബൈബിളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ, കഥ അറിയാവുന്നവർ, മൊത്തം അറിയണമെന്നൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഒരു കഥ അറിയാവുന്നവർക്ക് കാണുകയാണെങ്കിൽ നല്ലപോലെ കുറച്ചിരിക്കാൻ. അയ്യോ, ചിരിച്ചിരിച്ച് ഉൾപ്പാട് വരും. പണിയെ അങ്ങനെയാ, തുടക്കത്തില് തുടങ്ങുക, പണി തുടങ്ങുക, അവിടെ തുടങ്ങിയത് അവസാനം വരെ പണിയോട് പണി. അതായത് ആറാട്ടന്റെ എന്തോ റിവ്യൂ ഞാൻ കണ്ടു, ഫസ്റ്റ് ഹാഫ് അത്ര ഇല്ല, സെക്കൻഡ് ഹാഫ് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, അത് മൊത്തം അടിപൊളിയാണ്. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു രീതിയിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചുമ്മാതെ ഫസ്റ്റ് എന്ത് സിനിമയെ കുറിച്ച്, മറ്റേ സിനിമയുടെ നിർമ്മാണത്തെ കുറിച്ച് അതാണ്ട് പറയണ പോലെയാണ് ഇതിന്റെ വേറെ ഏതോ സ്ഥലത്തുനിന്ന് അത് പറയണേ. സിനിമ മൊത്തം പൊളിയാ, അടിപൊളിയാണ്. ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു കഥയെ അടിപൊളിയാണ്. ഊക്കോട് ഊക്ക്. അങ്ങനെ ഒരു കഥ ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഒരു കഥ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അത് എന്താണുള്ളത് കണ്ടു നോക്കണം. അതിനുള്ള ഉണ്ട്. ഉണ്ട്. ഇപ്പൊ ഓടുന്ന പടങ്ങളിനകത്ത് ഏറ്റവും നല്ല കാര്യമായിട്ട് വരികയും ചെയ്യും. നിങ്ങളെല്ലാം പോയി കണ്ടാ അറിയാം. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പൊ ശരി.